നമസ്കാരം. ലോകത്തിന്റെ നെറുകയിൽ തിലകക്കുറി ചാർത്തുകയും കുംഭമേളയെക്കുറിച്ച് ഗവേഷണം നടത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ സഞ്ചാരികൾ ഉത്തർപ്രദേശിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. മുസ്ലിം വനിതകൾ ഉൾപ്പെടെ കുംഭമേളയിൽ പങ്കെടുത്തവരിലുണ്ട്. ഉത്തർപ്രദേശിനെ തന്നെ ഇളക്കി മറിക്കുന്ന തരത്തിലേക്ക് കുംഭമേളയിലേക്ക് ഭക്തർ ഒഴുകി വരുമ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഒരു വൻ സുരക്ഷ ഒരുക്കുന്നുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഗി സർക്കാർ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ കുംഭമേളയിൽ ഒരുക്കിയത്. നിലവിൽ കുംഭമേളയിൽ നടന്ന അപകടം യാദൃച്ഛികമായി ഉണ്ടായതല്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് UP പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ UP സ്പെഷ്യൽ പോലീസ് ടീമിനും അതുപോലെ തന്നെ ATSനും ലഭിച്ചത് നിർണായകമായ ഒരു തെളിവാണ്. അതായത് കുംഭമേളയെ തകർക്കാൻ ശ്രമിച്ചവർ വന്നത് ടൂറിസ്റ്റ് ബസ്സിലാണ് എന്നത് സംബന്ധിച്ച നിർണായകമായ ഒരു വീഡിയോയാണ് UP പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ടൂറിസ്റ്റ് ബസ്സിൽ 120 പേർ പ്രയാഗ്രാജിൽ എത്തിയത് ഗൂഢ ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന സംശയമാണ് പ്രത്യേക ദൗത്യ സംഘം അതോടൊപ്പം തന്നെ ഭീകരവിരുദ്ധ സെല്ലും സംശയം പ്രകടിപ്പിക്കുന്നത്. അതോടെ ഓപ്പറേഷൻ 120 എന്ന പേരിലാണ് UP പോലീസ് ഇതിപ്പോൾ അന്വേഷിക്കുന്നത്. ഈ 120 പേരിൽ മലയാളികളും ഉണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലടക്കം UP പോലീസ് സംഘം എത്തുമെന്നത് വ്യക്തമാണ്. 120 പേരിൽ മലയാളികളുമുണ്ട് എന്ന വാർത്ത ഉത്തർപ്രദേശിലെ ഹിന്ദു പത്രങ്ങളും ശരിവെക്കുന്നുണ്ട്. പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്ത് സ്ഥാപിച്ച 2500 AI ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചില സൂചനകൾ പുറത്തുവന്നത്. കാരണം തിക്കും തിരക്കും ഉണ്ടായതിനെ തുടർന്ന് 30 പേർ കൊല്ലപ്പെട്ടതോടെ അതുവരെ പ്രയാഗ്രാജിലെ മഹാകുംഭമേള പരിസരത്ത് സജീവമായിരുന്ന 10,000 മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയി. അത് പെട്ടെന്ന് തന്നെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. സ്വിച്ച് ഓഫ് ആയ 10,000 മൊബൈലുകളിൽ, ആ ഫോണുകളിൽ 100 ഫോണുകളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായി അന്വേഷണം നടക്കുന്നത്. ഇവർക്ക് തിക്കും തിരക്കുമുണ്ടായ സംഭവമായി തീർച്ചയായും ബന്ധമുണ്ട് തന്നെയാണ് കണ്ടെത്തൽ. ബസ്സിൽ വന്ന സംഘത്തിലുള്ള ചിലരാണ് പുലർച്ചെ 1:30 മണിക്ക് തിക്കും തിരക്കും ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഇതിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ജനുവരി 29 രാത്രി 1:30 മണിക്ക് ഉറങ്ങിക്കിടന്നവരെ ഉണർത്തി വേഗം കുളിക്കൂ എന്ന് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാൾ തോന്നിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് ഇയാൾ യഥാർത്ഥ പോലീസ് അല്ല, പോലീസിന്റെ വേഷം കെട്ടിയ ഒരാളായിരുന്നു എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇത് ഒരു യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥനാകാനുള്ള സാധ്യതയില്ല. കാരണം യോഗിയുടെ പോലീസ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. കാരണം ചെയ്താൽ എന്താണ് ഭവിഷ്യത്ത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ല പോലെ അറിയാം. കുറെ ഭക്തരെ നിർബന്ധിച്ച് ഇയാൾ സ്നാനം ചെയ്യാൻ ത്രിവേണി സംഗമത്തിലേക്ക് രാത്രി 1:30 മണിക്ക് പറഞ്ഞയച്ചത് തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് അറിയുന്നത്. ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മഹാകുംഭമേളയിലെ മരണത്തെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അക്കൗണ്ടുകളുടെ പിന്നിൽ ആരാണ് എന്നടക്കം പരിശോധന നടക്കുന്നുണ്ട്. കാരണം എവിടെയൊക്കെയോ നടന്ന ഒരു ജനക്കൂട്ടത്തിൽ കുറച്ചുപേർ അപകടത്തിൽപ്പെടുന്നതിൻ്റെ വീഡിയോ ഒക്കെ സഹിതമാണ് ഇത് കുംഭമേളയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ പിടികൂടാനുള്ള ഓപ്പറേഷൻ 120 എന്ന ദൗത്യത്തിന് ഉത്തർപ്രദേശിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ചുരുങ്ങും എന്നതാണ് വ്യക്തം. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.